വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ളമുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ദൈവകരത്താലാണ് കർത്താവ് പിശാചുക്കളെ പുറത്താക്കിയിരുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നതും. ബേൽസെബൂലിനെ കൊണ്ടാണ് താൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് വിമർശിക്കുമ്പോൾ അവർ ആരോപിച്ചിരുന്നത് കർത്താവ് പിശാചുക്കളുടെ തലവനെ ആരാധിക്കുന്നവനാണ് എന്ന് മാത്രമല്ല, മറിച്ച് ഒരു വിജാതീയ ദേവനെ ആരാധിക്കുന്നവനാണ് എന്നും മലിനതയുടെയോ മ്ലേച്ഛതയുടെയോ ദേവനെ സേവിക്കുന്നവനാണ് എന്നും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ബേൽസെബൂൽ എന്നത് ഒരു ഫിലിസ്ത്യ ദേവനാണെന്നും മാലിന്യത്തിൻ്റെ അടയാളമായ ഈച്ചകളുടെ ദേവൻ ആണെന്നും യഹൂദർക്കിടയിൽ ചിന്തയുണ്ടായിരുന്നു. വിജാതീയ ദേവനെ ആരാധിക്കുന്നവനാണ് കർത്താവ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് വഴി കർത്താവിനെ വധിക്കുക എന്ന ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു. കാരണം നിയമാവർത്തന പുസ്തകത്തിൽ അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. അങ്ങനെ കർത്താവിന് മരണത്തിലേക്കുള്ള കെണിയൊരുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാലും തൻ്റെ ദൗത്യത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് മാറാതെ കർത്താവ് ദൈവകരത്തിൻ്റെ ശക്തിയാൽ സുവിശേഷം പ്രസംഗിച്ചും പാപികളുടെ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തും തൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരുന്നു. ക്ഷമാശീലനായ ദൈവമേ, ജീവിതത്തിൽ പലപ്പോഴും നല്ല ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരോട് ക്ഷമിക്കുവാനും അങ്ങയെപ്പോലെ സമചിത്തതയോടെ ദൈവത്തിൻ്റെ കരത്താൽ എല്ലാത്തിനെയും നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.